കോഴിക്കോട് നഗരഹൃദയത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നിർവഹിച്ച പ്രസിദ്ധമായ ക്ഷേത്രമാണ് കോഴിക്കോട് ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള പുണ്യസങ്കേതം. 100 വർഷത്തിലധികമായി കോഴിക്കോടിൻ്റെ ആത്മീയ തേജസ്സായി നിലകൊള്ളുകയാണ് ഈ ക്ഷേത്രം. ആ പ്രദേശത്തെ ചരിത്ര സ്മാരകം കൂടിയാണിത്. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ ശ്രീകണ്ഠേശ്വരം ശിവക്ഷേത്രം. ശ്രീനാരായണ ഗുരുദേവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നിർവഹിച്ചത്. പ്രസിദ്ധമായ അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഏതാണ്ട് 22 വർഷങ്ങൾക്ക് ശേഷം 1910 ഗുരുദേവൻ ഇവിടെ വന്ന് പ്രതിഷ്ഠ നിർവഹിച്ചത്. അന്ന് മഹാകവി കുമാരനാശനടക്കം ആയിരക്കണക്കിന് ആളുകളാണ് ആ ധന്യമുഹൂർത്തത്തിന് സാക്ഷിയായിരുന്നത്. ഈ ക്ഷേത്രത്തിലെ കൂടുതൽ വിശേഷങ്ങളാണിനി. ആയിരത്തി 1908 ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ കുറ്റിനാട്ടൽ കർമ്മം ഗുരുദേവൻ നിർവഹിച്ചത്. ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അക്കാലത്ത് നല്ലീശ്വരമഠം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1908 ഗുരുദേവൻ കുറ്റി നാട്ടുകയും അന്ന് ചൈതന്യ സ്വാമികളെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചുമതല ഏൽപ്പിക്കുകയും ചൈതന്യ സ്വാമികളുടെ നേരിട്ട് അദ്ദേഹം ഇടപെട്ടിട്ടാണ് ഈ ക്ഷേത്രം ഡിസൈനും ഈ ക്ഷേത്രം നിർമ്മിച്ചതും അദ്ദേഹമാണ്. 1910 ഗുരുദേവൻ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രത്തിൽ ഉത്തമവിധി പ്രകാരമുള്ള പൂജാകർമ്മങ്ങളാണ് അനുഷ്ഠിക്കുന്നത്. ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങ് ശിവരാത്രി മഹോത്സവമാണ്. ഗുരുദേവൻ പ്രതിഷ്ഠയുടെ സമയത്ത് ഗുരുദേവനെ അന്വേഷിച്ച് അവിടേക്ക് ചെന്ന ഇവിടുത്തെ ഭരണസമിതിയിലും പ്രവർത്തകരായിട്ടുള്ള ഭക്തന്മാരായിട്ടുള്ളവർ ഗുരുവിനെ ആ സമയത്ത് അന്വേഷിച്ചും ഗുരുവിനെ അവിടെ കാണാതാവുകയും ഗുരു ആ സമയത്ത് അദൃശ്യനായിക്കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ശ്രീകോവിലിൽ ഉണ്ടാവുകയും ആ പ്രതിഷ്ഠയുടെ സമയത്ത് തിങ്ങി നിറഞ്ഞ ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഒരാളെ അകത്തേക്ക് വിളിച്ച് കയറ്റി എന്നാണ്, ആ ആളും കൂടിയാണ് അകത്തേക്ക് കയറിപ്പോയതെന്നും ആൾ തിരിച്ച് ഇതുവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ല എന്നൊരു വിശ്വാസം ഇവിടെയുണ്ട്. വിശേഷാലായിട്ട് ഭഗവാന് പ്രദോഷ ദിവസങ്ങൾ ആചരിക്കുന്നു. മഹാരുദ്രാഭിഷേകം ഉണ്ടാവും. മറ്റ് വഴിപാടുകളും മറ്റ് നിത്യമുള്ള വഴിപാടുകൾ ഒഴികെ ദേവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രദോഷവും മഹാരുദ്രാഭിഷേകം. പുനരുദ്ധാരണത്തെ തുടർന്ന് പൊളിച്ചുപണിത പുതിയ പാർത്ഥസാരഥി മണ്ഡപത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ദിവസമാണ് നിർവഹിച്ചത്. മ്യൂറൽ ചിത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പുതുതായിട്ട് ഇവിടെ നമ്മൾ ചെയ്തത്. ഓൾറെഡി ആദ്യം ആർട്ട് വർക്ക് നമ്മളിവിടെ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളിതിപ്പോൾ ചെയ്ത് തീർത്തത് ഒരു 10-25 ദിവസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ കോഴിക്കോടിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഇങ്ങനത്തെ ഒരു വർക്ക് കിട്ടിയാൽ നമുക്ക് എപ്പോഴും അറിയപ്പെടാനും എല്ലാം വളർന്നു വരുന്ന കലാകാരന്മാർക്ക് ഒരു പ്രചോദനമാണ് ഈ അമ്പലവും കാര്യങ്ങളൊക്കെ തന്നെ. ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ സാധുജന സംരക്ഷണ പ്രവർത്തനങ്ങളും ക്ഷേത്രയോഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നുണ്ട്. ജനം, കോഴിക്കോട്.